വളരെ ചീപ്പ് റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ്, അതായത് നമ്മളെ കിച്ചൺ സ്റ്റോറേജ് ബോക്സസും അതേപോലെ തന്നെ ഓർഗനൈസേഴ്സുമാണ് ഞാൻ ഇവിടെ മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതായത് ഒരു കിച്ചൺ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതിന് മുന്നേ ഞങ്ങളുടെ ആദ്യത്തെ കിച്ചൺ ഇതുപോലെ അലമ്പായി കിടക്കുകയായിരുന്നു കേട്ടോ. അതായത് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒന്നുമില്ലാണ്ട് കിടന്ന കിച്ചൺ നമ്മൾ ചീപ്പ് റേറ്റിനാണ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അതായത് ഫ്രിഡ്ജിൻ്റെ കവറും അതേപോലെ തന്നെ 2 ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽസ് വരുന്ന ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ആണ് കേട്ടോ. ഇത് ടോപ്പ് കവറാണ്, മേലെ കവർ ചെയ്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഏകദേശം 4 ഫ്രിഡ്ജ് മാറ്റുകളുണ്ട്. അതേപോലെ തന്നെ 2 ഹാൻഡിൽസ് വരുന്ന ടോട്ടൽ 7 പീസ് വരുന്ന ഒരു പാക്കേജിങ് ഞാനിവിടെ 246 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് കവറിൻ്റെ സൈഡിൽ 6 മിനി ബോക്സസ് പോലെ നമുക്ക് അവൈലബിൾ ആണ്. വേണ്ട സാധനങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മാറ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തായിട്ട് ഞാനിവിടെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ട്രേ. ഒരു വുഡൻ ട്രേ ആണ്. നമുക്കൊരു സെർവിങ് ട്രേ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആയിട്ടോ ഒക്കെ നമുക്കിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാനിതിവിടെ എൻ്റെ ഈ ഒരു വൈറ്റ് ബോട്ടിൽ ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാറ്റിൻ്റെയും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് മാർബിൾ വാൾപേപ്പറാണ്. അതായത് നമ്മൾ പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് വാൾപേപ്പറായിട്ട് ചുമരിലൊട്ടിക്കാം. ഞാനിവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റെയിൻ വരില്ലേ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാനാണ്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് ഈ ഒരു പ്രൈസിന് കിട്ടിയുള്ളൂ. ഒരു റോളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ഹോൾഡറാണ്. ഇതൊരു പ്ലാസ്റ്റിക് ആണ്, ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒന്ന് കമ്പൈൻ ചെയ്യണം. നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ്, നല്ല കാണാനും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. നല്ല ചീപ്പ് റേറ്റിനാണ് എനിക്ക് മീഷോയിൽ നിന്ന് ഇത്രയും നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഒരു പേടി ഉണ്ടായിരുന്നു മീഷോയിൽ നിന്ന് വാങ്ങുന്നത് അത്ര നന്നാവില്ല, കൊള്ളില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി എൻ്റെത് മാറിയിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നമുക്ക് ആമസോണിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് മാറി കിട്ടി. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് മീഷോ എന്ന് മേടിച്ചത് ഫുൾ എന്താ പറയുക, നന്നായെന്ന് ഞാൻ പറയില്ല കേട്ടോ. ചിലത് ഫ്ലോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഇതേ ഞാനിവിടെ ഹാൻഡ് വാഷൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കൊടുക്കുക. മീഷോയിൽ നിന്ന് വാങ്ങുന്നതിന് പ്രൈസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ഒരു റൗണ്ട് ജൂട്ടിലുള്ള ഒരു ടേബിൾ കവറായിട്ടാണ്, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് മെഷീൻ വാഷബിൾ ഒന്നല്ല, സാധാ ഒരു മൈൽഡ് ഡിറ്റർജൻറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ലിഡ് അടക്കമുള്ള എന്താ പറയുക 2-3 സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. പക്ഷേ ലിഡ് അത്ര എയർ ടൈറ്റ് പോലെയൊന്നും നിൽക്കത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ കിച്ചണിലാണെങ്കിലും നമ്മളെ വാർഡ്രോബിലാണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 ബോട്ടിൽസാണ്. അതായത് സ്റ്റോറേജ് ബോട്ടിൽസ് 2 വരുന്നത് 1 കിലോൻ്റെയാണ് കേട്ടോ. അതായത് 1 kg സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, നമുക്കിപ്പോൾ സോൾട്ടോ ഷുഗറോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കിച്ചണിലേക്ക് പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ട്സോ എന്തായാലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്, നല്ല ടൈറ്റുമാണ് കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യണം, സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വരുന്ന 6 എന്ന് പറഞ്ഞ് 225 ml മുതൽ 3500 ml വരെയുള്ള സ്റ്റോറേജ് ബോക്സസ് ആയിട്ട് നമുക്കിപ്പോൾ ലീക്ക് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാമ്പാസ് ഗ്രാസാണ്. ഞാൻ നേരത്തെ ഒരു വൈറ്റ് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു സാധനം, പാമ്പാസ് ഗ്രാസ് എന്ന് പറയും. ഇത് നല്ല ഭംഗിയാട്ടോ. ഒരു വൈറ്റ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത അടിപൊളി ലുക്കാണ്, ഒരു വേറെ ലെവൽ സ്റ്റാൻഡേർഡ് ലുക്കാണ് അത് തരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് ആമസോണിൽ കുറച്ചും കൂടെ റേറ്റിലാണ് വരുന്നത് കേട്ടോ. മീഷോയിലാണെങ്കിലും വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത പർച്ചേസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സെറാമിക് ബൗളാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കിച്ചണിൽ വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ പാക്കേജിങ് നോക്കൂ, കാണാൻ നല്ല ഭംഗിയുള്ള 2 കണ്ടെയ്നേഴ്സാണ്. അതും നല്ല സേഫ് ആയിട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. ഞാനിവിടെ
പുളി ഉണ്ടല്ലോ, പുളിയും അതേപോലെ തന്നെ ഉപ്പുമാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പൊതുവെ എല്ലാവരും പറയും ഈ സെറാമിക് ബൗൾസിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾസിലാണ് ഉപ്പും പുളിയൊക്കെ ഇട്ട് വെക്കേണ്ടത്. അടുത്ത എൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു 6 പീസസ് വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഇത് അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ മേലെന്ന് താഴത്തേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ ലിഡ് പോവും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ഇത് മീൻസ് എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 6 പീസ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ലക്കായിട്ടാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിക്ചർ കാണുമ്പോൾ നമ്മൾ വലുതാണെന്ന് തോന്നുമെങ്കിലും അത്ര വലുപ്പമില്ല കേട്ടോ. അത് ഇത്രയും ഒരു വലുപ്പേ നമുക്ക് ഇതിന് കിട്ടത്തുള്ളൂ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ഇതിൻ്റെ ഒരു വേറെ കളർ ചേഞ്ച് പിങ്ക് ലിഡ് വരുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നേഴ്സാണ്. ഇത് ഹാൻഡിലുള്ളതാണ് കേട്ടോ, അതായത് ഒരു പിടിയുള്ളതാണ്. 3 പീസായിട്ടാണ് ഇത് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരേ കളേഴ്സിലുള്ള ലിഡ് ഉണ്ട്. ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ലുക്കേ മാറും കേട്ടോ. അതായത് ഭയങ്കര ക്ലാസി സ്റ്റാൻഡേർഡ് ലുക്കായിട്ടാണ് വരുന്നത്. 3 പീസ് 245 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇപ്പോൾ പച്ചമുളകാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക, മാവുണ്ടല്ലോ, മാവാണെങ്കിലൊക്കെ അത് ഒരുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്ഥലം ഒരുപാട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഷ് വാഷർ ഹോൾഡറാണ്. ഇത് നമുക്ക് ഒരേ കളർ തന്നെ കിട്ടണം എന്നില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത കളർ തന്നെ കിട്ടണം എന്നില്ല, ചിലപ്പോൾ അങ്ങനെ കിട്ടും. ഇത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇത് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6 കണ്ടെയ്നേഴ്സ് വരുന്നത്, അതായത് 500 ml 6 കണ്ടെയ്നേഴ്സ്, വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ലുക്ക് വരുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. പക്ഷേ ഇത് എക്സാക്റ്റ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, BPA ഫ്രീ ആണ്. ആമസോണിൽ നിന്ന് നമ്മൾ ഈ ഒരു റേറ്റിന് വാങ്ങുമ്പോൾ ഒരുപാട് വില കൂടുതലല്ലേന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റോഴ്സിൽ ഒരു ബോട്ടിലിന് ഞാൻ ഇവിടെ നിന്ന് വില ചോദിച്ചപ്പോൾ 90 രൂപയാണ് പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല വർത്തായിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് എഴുതിയിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ ബോട്ടിൽസ് ഞാൻ കുറേ നോക്കി നടന്നു കേട്ടോ. അതിൽ വില കുറവുള്ളതും അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റാർ ഉള്ളതും കൂടി ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി, ഷുഗർ, അതേപോലെ തന്നെ ടീ, ഇത്രയും എഴുതിയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഇതിന് 2 ടൈപ്പ് ലിഡുകളുണ്ട്. അതായത് നമുക്ക് മേലത്തെ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കണമെങ്കിൽ അവിടെ ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും തുറന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ ഇതിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് റേറ്റ് കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറാണ്. നിങ്ങൾക്ക് ഗ്രേ കളറിൻ്റെ ഓപ്ഷനാണ് ഞാൻ തന്നിട്ടുള്ളത്. ആ സമയത്ത് ആ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത എൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സ്ക്യൂസ് ചെയ്യുന്ന ഓയിൽ ബോട്ടിൽസാണ്. വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. രണ്ടും 500 ml ആണ് കേട്ടോ. ഇതിന് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഹോളൊക്കെ ഓൾറെഡി അതിലുള്ളതാണ്. പക്ഷെ എന്നാൽ പോലെ സ്ക്യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണ്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ അമർത്തുന്നതനുസരിച്ച് ഒരുപാട് ഓയിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതെനിക്കൊരു ഡീമെറിറ്റായിട്ട് തോന്നി. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽസാണ്. ഞാൻ 2 എണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുഡ് വാൾ ഷെൽഫാണ്. അതായത് നമ്മളെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൂക്കുവിളക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഞാനിത്. അതായത് പൂജാ സാധനങ്ങൾ വെക്കാനായിട്ടോ ബുക്കായിട്ടോ ഷെൽഫായിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്കിത് ഹാൻഡി ആയിട്ട് വെക്കാനുള്ള സ്ക്രൂസ് ഉണ്ടല്ലോ, അത് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഒരു സാധനമാണ്. അതായത് ബാത്റൂമിൽ നമുക്കിതുപോലെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഈ ഒരു ഗ്ലാസ് പോലത്തെ സാധനത്തിൽ നമുക്ക് ബ്രഷ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് കാണുന്നത് കേട്ടോ. സ്ക്രൂസും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ്. അതായത് നമുക്ക് സ്പൂണ് കാര്യങ്ങൾ അല്ലെങ്കിൽ നൈഫ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ലൈറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറി ഹോൾഡറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വുഡൻ്റെ ആണ് കേട്ടോ. ഇത് ചീപ്പ് റേറ്റിനാണെങ്കിൽ കൂടെ ഇത് എനിക്കത്ര വേർത്തായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു പിടി ഉണ്ടല്ലോ, അത് അവിടുന്ന് ഗമ്മ് പോലെയാണ്. അതായത് ആണി വെച്ചിട്ട് സ്ക്രൂ ചെയ്തതല്ല, അത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത്ര ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അടുത്ത ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 3 കണ്ടെയ്നേഴ്സാണ്. ഞാൻ 2 ബ്രൗണും ഒരു സിൽവറും ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് ഇങ്ങനെ 3 ഒരേ കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ചെറുതാണ് കേട്ടോ. ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ചെറുതായിട്ടാണ് തോന്നി. അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു 2 ട്രേസ് വരുന്നത്. എഗെയിൻ നമുക്ക് വാർഡ്രോബിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കിച്ചണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കണ്ടെയ്നേഴ്സാണ്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. വിത്തൗട്ട് ലിഡാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറാമിക് ബൗളാണ്. നമുക്ക് ഈ സോൾട്ടൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിൽ വെക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൗളാണ്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ. അതായത് നമ്മൾ ദോശയൊക്കെ ചൂടത്തില്ലേ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്രഷ് വരുന്ന ഒരു സാധനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ഓയിൽ വേറൊരു ബോട്ടിലെടുത്ത് ബ്രഷ് വേറെ എടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്തോളും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വുഡൻ ട്രേ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. നമുക്കിപ്പോൾ ഒരു സെർവിങ് ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഓയിലൊക്കെ ഉണ്ടല്ലോ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഞാനൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓയിൽ ആയതുകൊണ്ട് തന്നെ ആ വുഡൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരു കറ പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സി തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, അതങ്ങനെ വരുന്നുള്ളൂ. ഈ ഒരു പ്ലേറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു ട്രേ പോലെ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ടവലാണ്. ഇത് അട്ടർ ഫ്ലോപ്പായിരുന്നു മീഷോന്ന്. നമുക്ക് ഫേസ് ടവലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവലായിട്ടാണ് യൂസ് ചെയ്യാനാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്ര കട്ടിയില്ലാത്തൊരു സാധനമാണ്. പക്ഷേ 188 രൂപയ്ക്ക് എനിക്ക് 12 കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് 2 ചേർത്ത് തുന്നിയിട്ടാണ്. അപ്പം നല്ല കട്ടി തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു വൈപ്പറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല റേറ്റിൽ കുറവായിട്ട് എനിക്കിത് കിട്ടി. നമ്മുടെ നാട്ടിലിത് ഒരെണ്ണത്തിന് 60 രൂപയാണ്. അപ്പോൾ 120 രൂപയാവും 2 അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടാൽ തോന്നുമെങ്കിലും പക്ഷേ അത് പ്ലാസ്റ്റിക്കാണ്. ഒരു എഗ്ഗ് ഒക്കെ വെക്കുന്ന ഹോൾഡറാണ് കേട്ടോ. ടോട്ടൽ നമുക്ക് 12 എഗ്ഗ് വെക്കാൻ പറ്റുന്ന കറക്റ്റ് ഒരു സ്ക്വയർ പീസിലാണ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അതായത് ഒരുപാട് സ്പേസ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിസ്യൂസ് ആയി പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് മുമ്പത്തേൽ വെച്ച് നോക്കുമ്പോൾ ഒരു 1000 മോർ ടൈംസ് ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതായത് നമ്മൾ തലേ ദിവസം ഇതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. സോ ജസ്റ്റ് നിങ്ങളും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ.